ഹലോ, അടുത്ത ഒരു ഹീലിംഗ് ടെക്നിക്കാണ് ഷാഡോ വർക്ക്. നോക്കിയേ, നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മളെപ്പോഴും പുറത്ത് കാണിക്കാനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ അറിയാതെ ചിലപ്പോൾ പെട്ടെന്ന് അത് പുറത്തു വരികയും ചെയ്യും. ഇങ്ങനെയുള്ള ഇമോഷൻസിനെയൊക്കെ നമ്മുടെ ഷാഡോസ് എന്നാണ് പറയുന്നത്, നിഴലുകൾ. ഇങ്ങനെയുള്ള ഷാഡോസിനെയൊക്കെ ഹീൽ ചെയ്യാനുള്ള വർക്കാണ് ഷാഡോ വർക്ക്. എന്തൊക്കെയാണ് ആ ഇമോഷൻസ് എന്ന് നോക്കാം. പെട്ടെന്നുള്ള ദേഷ്യം, സ്വാർത്ഥത, അസൂയ, ഈഗോ, എക്സെട്ര എക്സെട്ര. എന്നിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിരുത്തി ആലോചിക്കുന്നതിലൂടെ നിങ്ങളിലുള്ള ഈ ഇമോഷൻസിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങളത് എഴുതി വെക്കുക, ഓരോന്നായിട്ട് ഹീൽ ചെയ്യുക. എങ്ങനെ? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ഷാഡോ ആണ് പെട്ടെന്നുള്ള ദേഷ്യം എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിരുത്തി ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്നതെന്ന്. മനസ്സിലുള്ള ആ ഒരു വികാരത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നിങ്ങൾ തേടിപ്പോവുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ എത്തും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ കാരണം അവിടെ മനസ്സിലാവുകയും ചെയ്യും. ഒരു പക്ഷേ നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് നിങ്ങളോട് എന്തിനും ഏതിനും ദേഷ്യപ്പെട്ടിരുന്നവരായിരിക്കാം. അതൊരു കാരണമാകാം നിങ്ങളുടെ പ്രശ്നത്തിന്. ഓക്കെ, ആ കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് സ്വയം പറയുക, ഇനി ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പെരുമാറാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ ഷാഡോ വർക്ക്. നെക്സ്റ്റ് ഹീലിംഗ് ടെക്നിക്കാണ് മിറർ എക്സർസൈസ്. നിങ്ങളുടെ DMുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഇമോഷൻസിനെയൊക്കെ മിറർ എക്സർസൈസിലൂടെ ഹീൽ ചെയ്യാൻ പറ്റും. DMും DFും ഒന്നാണ് എന്നൊരു കൺസെപ്റ്റാണ് ഈ ടെക്നിക്കിൽ വർക്കാവുന്നത്. മിററിന്റെ മുന്നിൽ നിന്ന് ചെയ്യുന്ന എക്സർസൈസ് ഒന്നും അല്ല കേട്ടോ. ഉദാഹരണമായിട്ട്, നിങ്ങളുടെ DM നിങ്ങളെ വിളിക്കുന്നില്ല, മെസ്സേജ് ചെയ്യുന്നില്ല, അവോയ്ഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങളുടെ DM നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ. വിഷമത്തെ നിങ്ങൾ എങ്ങനെയാണ് മിറർ എക്സസൈസിലൂടെ ഹീൽ ചെയ്യാൻ നോക്കുക. ഫസ്റ്റ്, നിങ്ങളൊരു പേപ്പർ എടുത്ത് എഴുതുക, എൻ്റെ DM എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. സെക്കൻഡ് സ്റ്റെപ്പ്, എൻ്റെ DM എന്നുള്ളിടത്ത് ഞാൻ എന്നാക്കി മാറ്റി എഴുതുക. അപ്പോൾ എന്താവും? ഞാൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാവും അല്ലേ. അപ്പം അടുത്ത സ്റ്റെപ്പ്, നിങ്ങളത് വായിച്ചിട്ട്, ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ വായിച്ചിട്ട് സ്വയം ചിന്തിക്കുക, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് സത്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഫോർത്ത് സ്റ്റെപ്പിൽ നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ മൈൻഡ് ചെയ്യാനും സ്നേഹിക്കാനും ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമോഷൻ അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് കേട്ടോ. കുട്ടിക്കാലത്ത് ചില ആഗ്രഹങ്ങളെങ്കിലും സാധിക്കാതെ പോയി വിഷമിച്ചിരിക്കുന്ന ഒരു കുട്ടി. അതിനെ നമുക്ക് സന്തോഷിപ്പിക്കണ്ടേ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഷമത്തെ ഹീൽ ചെയ്യാൻ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലൂടെ പറ്റും. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ഒരുപാട് പോകാൻ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു സ്ഥലങ്ങളുണ്ടാകാം, വാങ്ങാൻ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടാകാം. അതൊന്നും നിങ്ങളുടെ പേരൻസ് സാധിച്ചു തന്നിട്ടുണ്ടാവില്ല. അന്നുണ്ടായ ആ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതിനെ എങ്ങനെ ഹീൽ ചെയ്യാം? ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലെ ആ കുട്ടി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തി കൊടുക്കുക. അപ്പോൾ അതിനുണ്ടാകുന്ന സന്തോഷം നിങ്ങൾ സ്വയം ഫീൽ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നത്. ഈ 4 ടെക്നിക്സ് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുക.